ഹലോ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ജോലിയെ കുറച്ച് നേരത്തെ ഒതുങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒന്ന് വെറുതെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഞാൻ എൻ്റെ ഡ്രോയർ മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുന്നത് ഓർത്തേട്ടാ. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കണം. അപ്പോൾ ഞാൻ ചെയ്യുന്നതൊന്ന് നീറ്റാക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. വാ, ഇതിലെ ഗൈസ് ഇതിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കി നോക്കാം. കണ്ടോ, തുറക്കാൻ വരെ പറ്റുന്നില്ല ഗൈസ്, എല്ലാം കുത്തി നിറച്ച് വെച്ചിരിക്കുന്നുണ്ട്. നോക്കാം, കണ്ടോ. ഞാനിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു കമ്മൽ എടുക്കണമെങ്കിലൊക്കെ തപ്പിപ്പെറുക്കി എടുക്കണം. പിന്നെ ഒരു ഐലൈനർ എടുക്കണമെങ്കിലും അത് ഇതിൻ്റെ ഇടയിൽ എവിടെയൊക്കെ കിടക്കുകയാണ് ഗൈസ്. ഞാൻ ഇതിനകത്താണ് ഇട്ട് വെച്ചിരുന്നത്. പക്ഷെ എൻ്റെ മോനും കൂടി ഇവൻ തുറക്കാൻ പറ്റുന്ന പൊക്കത്തിലായതുകൊണ്ട് ഇവൻ ഇതിന്ന് എടുത്തുകൊണ്ട് ഓടും ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടില്ലേ, റേഷൻ കാർഡ് വരെ ഇതിനകത്ത് വെച്ചേക്കോടെ. അപ്പോൾ നമുക്കിതൊന്ന് നീറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് പറിക്കിടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ആ ഡ്രോയറിനകത്ത് നിന്ന് ഞാൻ നോക്കിക്ക് ഇത്ര എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ആവശ്യമില്ലാത്തതുണ്ട്, എനിക്ക് ആവശ്യമുള്ളതും ഉണ്ട് കേട്ടോ. ഇതിലെൻ്റെ ചിലതൊക്കെ എൻ്റെ മോന് ഇങ്ങനെ ഡ്രോയർ തുറക്കം എളുപ്പമായതുകൊണ്ട് അവൻ എടുത്തുകൊണ്ടെങ്കിൽ ഓടിക്കൂടും. കമ്മലൊക്കെ അങ്ങനെയാണ് മൊത്തത്തിൽ ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്നൊക്കെ തപ്പിയെടുക്കണം. ഇതിപ്പോൾ ചെയ്തത് ഒരു ഇരട്ടിപ്പണിയായോ എന്നൊരു സംശയം. ഇതിൽ നോക്കാം ഇപ്പം തീരുമെന്ന്. അപ്പോൾ ഇത് മൊത്തം പെറുക്കി എടുക്കാം. ഗൈസ് ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം ഇത് കറക്റ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ കേട്ടോ. അപ്പോൾ ഇനി കാണാനില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ്, ഇത് കമ്മലൊക്കെ ഇടാൻ പറ്റിയ ബോക്സാണ് കേട്ടോ. ഇത് പിന്നെ ഇതുകൊണ്ടല്ലേ, ഇത്രയാണ് നമ്മുടെ കയ്യിൽ. നമുക്ക് ഇതിലോട്ട് സ്റ്റോർ ചെയ്യാം. നമുക്ക് ആദ്യം ഇതിന് ഓരോന്ന് തപ്പിപ്പെറുക്കി എടുക്കാം. ഇത് കുറച്ച് പേപ്പേഴ്സാണ്, നമുക്ക് ആവശ്യമുള്ളതാണ് മാറ്റാം. പൊട്ടിപ്പൊടി പിടിച്ചു പോയി. ഗൈസ് ഇതൊരു ഗുഡ് വൈബ്സിൻ്റെ, കാണാമോന്ന് എനിക്കറിയില്ല. ഗുഡ് വൈബ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഗൈസ്. ഇത് ഒരു കിഡിലാച്ച ഷെയ്ഡാണ്, കണ്ടോ. പക്ഷെ ഇത് തീർന്നു പോയി ഗൈസ്, ഞാനത് തീർത്തു. ഐബ്രോ പെൻസിൽ, ഇതൊക്കെ പണ്ടൊക്കെ എന്തോ ഒരു വല്ലാത്ത കളർ ലിപ്സ്റ്റിക്കാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മുടെ കമ്മലുകളൊക്കെ ഇടാം കേട്ടോ. ഈ കമ്മൽ കാണില്ലേ ഗൈസ്, ഉള്ളിത്തൊലി വരെ ഇരിക്കുന്നതിനകത്ത്. ഈ കമ്മൽ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. വേണ്ട, ഇത് എനിക്ക് ഓണത്തിന്, ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് ഓണത്തിന് ചേട്ടൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് മാച്ചായിട്ടുള്ള കമ്മൽ എടുത്തുകൊണ്ടു. പക്ഷെ അത് ഇങ്ങനെ തറയിൽ വീണ് പൊട്ടിപ്പോയി ഗൈസ്. പക്ഷെ എങ്കിലും എനിക്കത് കളയാൻ തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ സൂക്ഷിച്ച് നമുക്ക് ഇതിനകത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്ന, ഞാൻ പക്ഷേ ഇത് ഇടത്തില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ എങ്കിലും എനിക്കിത് ആർക്കും കൊടുക്കാൻ തോന്നില്ല കേസ്. ചേട്ടൻ എനിക്ക് ആദ്യമല്ല ഇതിന് മുന്നേ ഒരെണ്ണം മേടിച്ചെന്ന് വെച്ചാൽ ഞാൻ മിസ്സായി പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അത് പോയപ്പോൾ. പിന്നത്തെ അടുത്ത പ്രാവശ്യം ഒരു ഗോവയിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് മേടിച്ചുകൊണ്ടിരുന്ന കമ്മലാണ് കേസ്. കൊള്ളാവോ? ഇത് ആരും ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല കേസ്. പക്ഷേ എനിക്കെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ സൂക്ഷിച്ച് വെച്ചേക്ക്, എനിക്ക് ആദ്യമായിട്ട് മേടിച്ചെന്നുകൊണ്ട് നമുക്കിതും ഇതിനകത്തിടാം. പിന്നെ അങ്ങോട്ട് എനിക്ക് ഇഷ്ടംപോലെ കമ്മൽ മേടിച്ച് തന്നിട്ടുണ്ടെങ്കിലും അതിനൊക്കെ എന്തോ ആ പ്രേമിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പം തൊട്ടേ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനം അത് ഇതുവരെ ഞാൻ അത് മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഞാൻ അതേപോലെ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ഗൈസ്.
ആ കമ്മലിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ മാല കൂടി എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ മാലയുടെ ചെയിൻ അതെങ്ങനെയോ മിസ്സായിപ്പോയി ഗൈസ്. പക്ഷെ ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. പക്ഷെ അതെന്തോ എവിടെ പോയി അത്. പക്ഷെ ഞാൻ ഈ ലോക്കറ്റ് മാത്രമേ ഉള്ളൂ. കാണാമോ, നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല ഗൈസ്, കണ്ടില്ല. അപ്പം അതും ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ജിമിക്കിയുടെ പ്രാന്താണ് കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പോഴും ജിമിക്ക് കളക്ഷൻസേ വാങ്ങിക്കുള്ളതാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് സ്റ്റെഡിനോടാണ് ഒത്തിരി താല്പര്യം കൂടുതൽ. ഈ കമ്മലാണ് ഗൈസ്. ഇത് കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഇളക്കി കളഞ്ഞ് ഈ രീതിയിലാക്കിയതാണ്. എൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു അനിയൻ കൊച്ചനെ മോൻ മേടിച്ചെന്ന് കമ്മലിനാണ് കേട്ടോ. ഞാനപ്പോൾ അത് ഇതുവരെ ഇട്ടിട്ടില്ല, ഇതെടുത്ത് വെച്ചേക്കുക. ഇവിടെ ഇരിക്കുന്ന ഈ പെട്ടിയിലും കുറച്ച് കമ്മലുണ്ട്. ഇതും കൂടി നമുക്കതിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരെണ്ണം കിട്ടി കേട്ടോ. ഇതിന് അനിയത്തിയുടെ കമ്മലാണ്. അവൾ വന്നപ്പോൾ എൻ്റെ എടുത്തിട്ടിട്ട് അവളുടെ ഇവിടെ ഇട്ട് പോയി ഗൈസ്. എനിക്ക് പക്ഷേ ഇതിങ്ങനെ നല്ല ഇഷ്ടപ്പെട്ട കമ്മലാണ്. അതിൻ്റെ ഒരെണ്ണം ഗൈസ് കൊള്ളാതെ രണ്ട് ബ്രേസ്ലെറ്റാണ് കേട്ടോ ഗൈസ്. മാറ്റി വെച്ചിട്ട് അടുത്ത ബോക്സ് എടുക്കാം. ഈ ബ്രേസ്ലെറ്റ് നമുക്കിതിനകത്തിട്ടാണ് ഗൈസ്. പിന്നെ ഇതോ ഒരു ഗോൾഡ് കവറിങ്ങിൻ്റെ മോതിരമാണ്. ഇതും കൂടി ഇതിനകത്തിടാം ഗൈസ്. ഇത് കണ്ടു ഗൈസ്, ഇതൊരു കമ്മലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ്. പക്ഷേ എൻ്റെ അനിയത്തി പറയുന്നത് ഇതൊക്കെ മറ്റേ പണ്ടത്തെ ഫാഷനാണ്. അപ്പോൾ ഇത് സ്റ്റെഡൊക്കെ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് പോകാം ഗൈസ്. ഗൈസ് ഇതൊരു ഗ്യാരണ്ടി കമ്മലാണ്. നമുക്ക് നേരത്തെ ബ്രേസ്ലെറ്റ് കിട്ടിയില്ലേ, അതിൻ്റെ ഇതിലോട്ട് ഇടാം ഗൈസ്. ഇതെനിക്കൊരു മേഡം തന്നെയുണ്ട്. ഞാൻ ജോലിക്ക് പോയിരുന്നിടത്ത് മേഡം തന്ന കമ്മലാണ്. പക്ഷേ ഇതിൻ്റെ ഒരെണ്ണം കാണാനില്ല. ഞാൻ ഇട്ടിട്ടേ ഇല്ല ഗൈസ്. ഇത്രയും വലുതും ഈ ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഇടാനൊരു മടി. ഇതിൻ്റെ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ മറ്റേത് കണ്ടില്ല ഗൈസ്. ഇത്ര നേരം ഉറങ്ങുമായിരുന്നു ഗൈസ്. ഇപ്പോഴത്തേക്ക് എണീറ്റു. അപ്പം ഇനി വീഡിയോ എടുക്കലും ഒതുക്കലും നടക്കുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഉമ്മയാണ് അടിയാവും സാറേ. അടുത്ത ആൾ എന്നെ സമ്മതിക്കാതെ ഓരോന്ന് എടുത്തുകൊണ്ട് ഓടുകയാണേ. അവിടെ നിന്ന് എവിടെ പോവാ, അവിടെ നിന്നവിടെ. ഞാൻ അടുക്കി കൊണ്ടുവന്നപ്പോൾ എടുത്തുകൊണ്ട് ഓടി കേട്ടാ. പിന്നെ പിടിക്കാൻ പോയില്ല. അവൻ എൻ്റെ പല്ലേക്കിൻ്റെ ബ്രഷാണ് ഞാൻ എടുത്തിവിടെ മാറ്റി വെച്ചതാട്ടോ ഗൈസ്. ഗൈസ് ഇത് കണ്ടില്ലേ, ഇത് എനിക്ക് ചേട്ടൻ ഗോവയിൽ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. കണ്ടില്ലേ ഗൈസ്, എല്ലാം എനിക്ക് എടുക്കാണ്ട് ഇപ്പോൾ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി മെയിൻ ഡ്രോയർ കാണാം. കണ്ടല്ലോ, ഇതിവിടുന്ന് മാറ്റാൻ മറന്നുപോയി കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഐഷാഡോ പാലറ്റ്, ഇതിൽ ഇയറിങ്സ് ഉണ്ട്. കണ്ട അവനെ പോടാ അവിടെ നിന്ന്. ഞാൻ ഒതുക്കും ഗൈസ്, ഇവനെ എടുത്തുകൊണ്ട് ഓടും കേട്ടോ. ഇതാണ് ഇവൻ്റെ പരിപാടി. പൊന്നേ, ഇതെടുത്തിട്ട് പൊക്കെ ഗൈസ്. പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ മോൻ കുറച്ച് ബഹളമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തീർക്കേണ്ടി വന്നിട്ട് കുറച്ച് പാട് വിട്ടു. എങ്കിലും കുഴപ്പമില്ല, കാര്യം ഇന്നലെ നടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്താൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ഓൾ, ബൈ.